പ്രാർത്ഥന, ദുആ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ്. അതുകൊണ്ടാണ് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കപ്പെടണമെന്നാണ് ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ഉള്ളത്. അത് സ്വീകരിച്ചു കിട്ടിയാൽ അതാണ് നാം ആഗ്രഹിക്കുന്നത്. ദുആ സ്വീകരിക്കാനാണ് നാം ഇവിടെ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നത്, അല്ലാഹ് എന്ന് വിളിച്ച് ദുആ ചെയ്യുന്നത്. അതുപോലെ യാസീൻ ഓതി ദുആ ചെയ്യുന്നത്. ഇതൊക്കെ ദുആ സ്വീകരിക്കാനുള്ള മാനദണ്ഡമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം സൂറത്തുകൾ ഇറക്കി തന്നിട്ടുണ്ട്. ആ സൂറത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് 5 നേരം 17 തവണയായി ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ ധാരാളം പേരുകൾ അതിലുണ്ട്. അതിലൊന്നാണ് തഅലീമുൽ മസ്അല. എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നാണ് സൂറത്തുൽ ഫാത്തിഹയെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് ഫാത്തിഹയിലെ ദുആ. അതാണ് പ്രധാനമായും ഉള്ളത്. അതേതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണം എന്ന് ദ്വാരക്കാൻ അല്ലാഹു പറയും. അവിടെ നേരായ വഴിയിൽ ഞങ്ങളെ വഴി നടത്തണമെന്ന് പറഞ്ഞിട്ട് ഏതാണ് ആ നേരായ വഴി? പല ആളുകളും വരും, ഞങ്ങളതാണ് നേരായ വഴി. ശുദ്ധ ഖുർആൻ ഒന്നുകൂടി അവിടെ വ്യക്തമാക്കി തരുന്നു. മുസ്തഖീമായ വഴി ഏതാണ്? അത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അതൊരു മാർഗമാണ്, അതൊരു വഴിയാണ്. അൻഅംത അലൈഹിം, അവരുടെ മേൽ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം. അതാരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? അംബിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ. ആ മാർഗം അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ വഴിയിൽ ഞങ്ങളെ വഴി നടത്തണം എന്ന് അല്ലാഹുവിനോട് നാം ദുആ ചെയ്യുമ്പോൾ, ഈ ദുആ പഠിപ്പിക്കുന്ന ഈ ഫാത്തിഹ സൂറത്ത് നേരെ ആ ദുആ നടത്തിയില്ല. മറിച്ച് ദുആഇന് മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവിനെ ഹംദ് ചെയ്ത്, അവനെ ശുക്ർ ചെയ്ത്, അവനെ മഹത്വപ്പെടുത്തി, എന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നിലക്കും അല്ലാഹുവിനോട് അർപ്പിച്ച്, അല്ലാഹുവിനോട് സമർപ്പിച്ച്, എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ച്, അല്ലാഹുവിനോട് എല്ലാം ഏറ്റുപറഞ്ഞ്, എന്നിട്ട് അല്ലാഹുവിനോട് ദുആരക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണം. ഇതാണ് ദുആഇന്റെ ഒരു അദബ്. ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ട്, അല്ലാഹുവിനോടല്ലാതെ വേറെ ആരോടാണ് ചോദിക്കാൻ? നേരെ അങ്ങനെ ചോദിക്കലില്ല. ഉണ്ടോ?
അത് വളരെ ആവശ്യമാണ്. ഖിബിലക്ക് മുന്നിടാൻ പറ്റുമ്പോൾ അതാണ് ഏറ്റവും ആവശ്യം. പിന്നെ അള്ളാഹുവിന്റെ ഹംദ് ചെയ്തും ശുക്ർ ചെയ്തും അവന്റെ അസ്മാഉകൾ ചൊല്ലിയും അവന്റെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് സ്വലാത്തൊക്കെ ചൊല്ലി ഇത് നമ്മളൊക്കെ ചെയ്തതുപോലെ എങ്ങനെയൊക്കെ നമ്മൾക്ക് ദുആ ഒന്ന് കബൂലാക്കി കിട്ടാൻ അള്ളാഹുവിലേക്ക് എല്ലാം പറഞ്ഞ് എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഒക്കെ ഹക്ക് കൊണ്ട് ഗുണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകും. നേരെ അള്ളാഹുവിനോട് ദ്വാരക്കലല്ല, അവനെ ഹംദ് ചെയ്ത് ശുക്ർ ചെയ്ത് അവനെ പുകഴ്ത്തിയും വാഴ്ത്തിയും വേണം അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കാൻ. അത് അദബിന്റെ ഭാഗമാണ്. മറ്റേത് അതൊന്ന് താഴ്ന്നു പറഞ്ഞ് കൽപ്പിക്കുന്നത് പോലെയാണ്. അതൊന്നുമല്ല. ദ്വാരക്കുന്നത് നമ്മൾ താഴ്ന്നൊക്കെയാണ്, അപേക്ഷിക്കലാണ്. ആ അപേക്ഷ അള്ളാഹുവിനെ ഹംദ് ചെയ്തും ശുക്ർ ചെയ്തും അവനെല്ലാം സമർപ്പിച്ചിട്ടാണ് നാം നടത്തേണ്ടത്, നടത്തുന്നത്. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥനയുടെ മജ്‌ലിസാണ്, ദുആഇന്റെ മജ്‌ലിസാണ്. അത് ഇജാബത്ത് ലഭിക്കാനാണ് മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ പേരിലെ സ്വലാത്ത് നാം നടത്തുന്നതും അള്ളാഹു എന്ന ഇസ്മുൽ അഅ്ലം പറയുന്നതും. അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിച്ച് നമ്മെ പരിപാലിക്കുന്ന പോറ്റുന്നവൻ. ഇന്ന് നമ്മൾ ഇപ്പോൾ വാർത്തകൾ കേട്ടില്ലേ, നമ്മുടെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന ഫ്ലൈറ്റ് 242 ആളുകൾ അതിലുണ്ട്. അവർ പ്ലെയിനിൽ കയറുന്ന സമയത്ത് വലിയ ലക്ഷ്യങ്ങളോടെയാണ് കയറിയത്. ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത്. അവിടെ പോകുമ്പോൾ അവിടെയുള്ള ജോലിയും മറ്റ് കാര്യങ്ങളും സ്വപ്നങ്ങളുമായി ധാരാളം പേര് പോകുമ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടോ അവസാനത്തെ യാത്രയാണ്? അതിൽ ഒരാൾ മാത്രം ചിന്തിക്കൂ, 242 യാത്രക്കാരിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പാഠമുണ്ട്. എന്താണ് ആ പാഠം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ അജൽ, ആയുസ്, അവധി അത് തീരുമാനിച്ച ആ ഡേറ്റ് അതെത്തിയാൽ അത് 1 മിനിറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ആ സമയത്ത് നടക്കുക തന്നെ ചെയ്യും. അതേസമയം ഒരാളെ അല്ലാഹു ആയുസ് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല എന്ന് തീരുമാനിച്ചാൽ 600ഓളം അടി അങ്ങോട്ട് ഉയർന്ന് വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഹോസ്റ്റലിന്റെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പതിച്ച വിമാനം പൊട്ടിത്തെറിച്ചപ്പോൾ ഒരാൾ പോലും ബാക്കിയായിട്ടില്ല. പക്ഷെ ഒരാൾ, എങ്ങനെയാണ് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? എമർജൻസി വാതിലൂടെ ഞാൻ ചാടി എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്ക് പറയാനുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞ് അത് വർണ്ണിക്കാൻ സാധ്യമല്ലാത്ത വിധം. ആലോചിച്ച് നോക്ക്, അയാൾ നടന്നിങ്ങനെ പോകുന്നു തപ്പി. ഇവിടൊക്കെ മനസ്സിലാക്കണം, ഇവിടെ അള്ളാഹുവിനെ ഓർക്കുന്നവർക്ക്, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവർക്ക്, അള്ളാഹ് എന്ന ചിന്തയുള്ളവർക്ക് ഈ ഭൂമിയിലെ ഇത്തരം കാര്യങ്ങൾ വളരെ ദൃഷ്ടാന്തമാണ്. ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾക്ക് ഇങ്ങനെ അത്ഭുതങ്ങളും ഇങ്ങനെ അപകടങ്ങളും ഉണ്ടാകണ്ട. അവർ ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ അവർക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഖുദ്റത്ത്. മഴ ഇങ്ങനെ വരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, മേഘം മങ്ങിക്കിടക്കുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന് അല്പം ഒരു വാട്ടം കാണും. അപ്പോൾ എന്താണ് അതിന്റെ കാരണം? സ്വഹാബത്ത് അന്വേഷിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പുറം കാണാൻ കഴിയുന്ന വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്ന, അതിന്റെ നമ്മൾക്ക് അടിക്കുന്ന കാറ്റും പെയ്യുന്ന മഴയും മേഘവും കാണാൻ പറ്റുമെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അല്ലാഹുവിന്റെ
വല്ല നിലക്കും അവന്റെ കോപം ഉണ്ടാകുമോ എന്ന ഭയം സ്വാലിഹീങ്ങൾക്കുണ്ടാകും. നമ്മളൊക്കെ പ്ലെയിനില് ഇങ്ങനെ അകത്തിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ മണിക്കൂറുകളോളം 4-5 മണിക്കൂർ നാം ഇരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനില്ല. എന്നാൽ അല്പം അപകടത്തിലാണ് എന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടാലോ, അല്ലാ എന്ന് എത്ര തവണ നമ്മൾ വിളിക്കും. എന്നാൽ നമ്മൾ കപ്പലിൽ പോകുമ്പോൾ, നമ്മള് ട്രെയിനിൽ പോകുമ്പോൾ, എന്നാൽ സൈക്കിളിൽ പോകുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് ഏത് സമയമാണ് നിശ്ചയിച്ചത്, ഏത് രൂപത്തിലാണ് വരുന്നത്. ചിലപ്പോൾ ഇതുപോലെയുള്ള അപകടത്തിലൂടെയായിരിക്കും ലോകത്തോട് വിട പറയുന്നത്. ചിലപ്പോൾ നടന്നു പോകുന്നവർ കുഴഞ്ഞു വീണിട്ടായിരിക്കും മരിക്കുന്നത്. അങ്ങനെ എത്രയെത്ര മരണങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഓരോ മഹാന്മാർ, ഓരോ സ്വാലിഹീങ്ങൾ, സിറാജുദ്ദീൻ ഖാദിരിയെ പോലെയുള്ള മഹത്തുക്കൾ, അവര് ഈ ട്രെയിനിങ് ഇങ്ങനെ പോകുന്ന സമയത്ത്, പോകുന്ന സമയത്ത് അവരിങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ ദിക്റും ആട്ടവും. അപ്പൊ അവിടെ ചോദിച്ചു, എന്താ ഇത്, ട്രെയിന് പോകുമ്പോൾ ഒരു ദിക്റും ആട്ടവും? അപ്പൊ പറഞ്ഞു, ഈ ഭൂമിയിലുള്ള ട്രെയിനാവട്ടെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ ധാരാളം നമുക്ക് അവസരങ്ങളാണ്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ ദിക്ർ ചൊല്ലണം. ഓരോ ജീവികളെ കാണുമ്പോൾ, അത്ഭുതങ്ങൾ കാണുമ്പോൾ, കപ്പൽ യാത്ര ചെയ്യുമ്പോൾ, തിരമാല വരുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, പ്ലെയിനിൽ പോകുമ്പോൾ ഇത്തരം ഉയരത്തിൽ സുരക്ഷിതമായി അള്ളാഹു ഒരു സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കുന്നുവല്ലോ, ആ മനസ്സിലാക്കണം. നമ്മൾ കരയിൽ ഒരു യാത്ര പോകുന്നു, വാഹനത്തിൽ, കാറിൽ, പെട്ടെന്ന് കാർ കേടായി, അവിടെ നിർത്തും, സൈഡാക്കും, അടുത്ത വർക്ക്ഷോപ്പിൽ പോകും, അല്ലെങ്കിൽ ആളെ വിളിച്ചുകൊണ്ടുവരും. കപ്പലിങ്ങനെ ഓടിക്കൊണ്ടു പോകുമ്പോൾ പെട്ടെന്ന് എഞ്ചിൻ കേടായി നിൽക്കൂ. മേലിൽ പോകുന്ന പ്ലെയിൻ അങ്ങോട്ട് എഞ്ചിൻ രണ്ടും കേടായാലോ ഏത് വർക്ക്ഷോപ്പിലേക്കാ കയറ്റുക, എവിടെയാ സൈഡാക്കുക? പക്ഷെ എന്നിട്ടും മനുഷ്യർ അതൊന്നും വകവെക്കാതെ, ഒന്നും പേടിയില്ലാതെ മണിക്കൂറുകളോളം 6-5 മണിക്കൂർ 8 മണിക്കൂറൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നുവെങ്കിൽ ആരാണ് ഈ ധൈര്യം തന്നവൻ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ഒരു ഉറപ്പ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കയറുന്നത്. എന്നാൽ ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങളിൽ അല്ലാഹു നമ്മെ മാല് നഷ്ടപ്പെടുത്തിയും മനുഷ്യരെ എടുത്തു കളഞ്ഞും കൃഷികൾക്ക് നാശം വന്നും അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടി. അപ്പോഴും നമ്മൾ പാഠം ഉൾക്കൊള്ളുകയില്ല. ഇപ്പോൾ പ്ലെയിൻ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടപ്പോൾ പലരും വാർത്ത കേട്ടു, വലിയ പ്രയാസമാണെന്ന് പറയുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മറക്കും, പിന്നെയും നമ്മൾ ഓർക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് വലിയ അപകടങ്ങളിൽ നിന്നും, വലിയ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇതുപോലെയുള്ള മജ്‌ലിസുള്ള പ്രാർത്ഥനകൾ കൊണ്ട് കാരണമായേക്കാം. അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപകട മരണങ്ങൾ, ആക്സിഡന്റ് മരണങ്ങൾ സുരക്ഷിതമായി നമുക്ക് പ്ലെയിൻ കയറാതിരിക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ പ്ലെയിൻ കയറും. ഇനി ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ കപ്പലുണ്ടോ? പ്ലെയിൻ തന്നെ പോകണം. അപ്പൊ നമുക്ക് യാത്ര സുരക്ഷിതമാക്കി തരുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ ഓർത്ത് നിൽക്കുന്ന നല്ല മൂമിൻ, ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നുണ്ടായാൽ അവര് കാരണം ചിലപ്പോൾ അല്ലാഹു ആപത്ത്, മുസീബത്ത് തട്ടിക്കളയും. പിന്നെ അല്ലാഹുവിന്റെ ഖളാ, അത് നടക്കേണ്ടതൊക്കെ നടക്കും. അല്ലാഹു നമ്മെ സലാമത്താക്കുമാറാവട്ടെ. അപ്പൊ ആയതുകൊണ്ട് നാം എപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് അപകടം വന്നാലും വന്നില്ലെങ്കിലും, നല്ല സന്തോഷഘട്ടത്തിലും ദുഃഖഘട്ടത്തിലും, പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഇല്ലെങ്കിലും, പ്രതികൂല കാലാവസ്ഥയിലും അനുകൂല കാലാവസ്ഥയിലും
അല്ല എന്നത് ഉള്ളിൽ ഉറച്ച, അല്ല എന്നത് ഉള്ളിൽ ബോധമുള്ള, അല്ലാഹ് എന്ന് വിളിക്കുന്ന, അല്ലാഹ് എന്ന് ദിവസവും അല്പസമയം ഒറ്റക്ക് ഇരുന്ന് ചിന്തിക്കുന്നവരിൽ നാം ഉൾപ്പെടണം. നമ്മൾ നിസ്കരിക്കും, ദിക്ർ ചൊല്ലും, ദുആ ചെയ്യും. അത് മാത്രം പോരാ, അല്ല എന്ന ചിന്തയിൽ, അല്ലാ എന്ന ചിന്തയിൽ, അല്ലാ എന്ന ഓർമ്മയിൽ ഇരിക്കാൻ ഒരു സമയം നമുക്ക് കാണണം. മഹാന്മാർ അങ്ങനെ ഒരു സമയം കൊടുക്കുന്നുണ്ടല്ലോ അവരെ മുരീദന്മാർക്ക്. എന്തുകൊണ്ടാണ്? അത് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, ആ ചിന്തിച്ചിരിക്കുന്ന ഒരു അവസരം. അല്ലാ അല്ലാ ഇല്ലല്ലാഹു എന്നൊക്കെ പറഞ്ഞിരിക്കാൻ പറയുന്നത് അത് നമ്മുടെ കൽബിൽ അല്ലാഹു ഒന്ന് ഇറങ്ങിക്കിട്ടാനാണ്. അല്ലാഹു ഉണ്ടാവണം നമ്മുടെ കൽബിൽ ഏത് സന്ദർഭത്തിലും. മേൽശ്വാസവും താഴ്ശ്വാസവും ദിക്റാക്കണമെന്ന് മഹത്തുക്കൾ പറയുന്നത് എന്തിനാണ്? നമ്മളെ ശ്വാസം പോലും അല്ല എന്ന് പറഞ്ഞുകൊണ്ടാവണം എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുന്നു. മഹാന്മാർ അതിനു വേണ്ടിയാണ് ഈ ഭൗതിക ലോകത്ത് ജീവിച്ചത് തന്നെ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാനവറുകൾ പറഞ്ഞു അല്ലോ, എന്താണ് തിജാറത്തുൽ ആരിഫ്, ഒരാരിഫിന്റെ വ്യാപാരം, കച്ചവടം എന്നത് അദ്ദലാലത്തു അലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്തി തരിക, ഉറപ്പിച്ചു തരിക, കൽബിലും ഇട്ട് തരിക. അതാണ് ഒരാരിഫിന്റെ കച്ചവടം എന്ന് പറയുന്നത്. ആ കച്ചവടമാണ് ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ചെയ്തത്. ആ കച്ചവടമാണ് ഉമർ മക്കി തങ്ങൾ ചെയ്തത്. ആ കച്ചവടമാണ് യൂസുഫ് റബ്ബാനി തങ്ങൾ ചെയ്തത്. ആ കച്ചവടമാണ് ഉമർ ഖാദി തങ്ങൾ ചെയ്തത്. ആ കച്ചവടമാണ് മമ്പുറം തങ്ങൾ ചെയ്തത്. അതാണ് ഖാജ മുഈനുൽ ജിസ്സിയിൽ അജ്മീരി തങ്ങൾ ചെയ്തത്. അതാണ് ഔസുൽ ആലം തങ്ങൾ ചെയ്തത്, റിഫായി ശൈഖ് ചെയ്തത്. അവർ അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു ജനങ്ങൾക്ക്, മുരീദന്മാർക്ക്. അങ്ങനെ അല്ലാഹ് എന്നത് ഹൃദയത്തിൽ കയറിയപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ, വിഷമഘട്ടത്തിൽ, എല്ലാ സമയത്തും അല്ലാഹുവിൽ അടിയുറച്ച നിലപാടുള്ള വിശ്വാസമുള്ള ഒരു മോമിനീങ്ങളായി അവരെ അല്ലാഹു മാറ്റി. അല്ലാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് എന്ന് പറയുമ്പോൾ ഹൃദയം പിടപിടക്കുന്നവരായിരുന്നു. വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയം പിടപിടക്കും മോമിന്റെ ലക്ഷണമാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അതുണ്ടാവണമെങ്കിൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അതുപോലെ സ്വലാത്ത്, ഇതുപോലെ ആത്മീയ മജ്ലിസുകളിലൂടെ, മഹാന്മാരിലൂടെ, താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരുമായി നമ്മുടെ ഹൃദയത്തിൽ ഒരു ബന്ധം ഉണ്ടാക്കണം. അതുണ്ടാക്കാൻ ഒരു മാർഗം എന്താണ്? അവരെ മാർഗം സ്വീകരിക്കുക. പിന്നെ എന്താണ്? അവർക്ക് ഒരു ഫാത്തിഹ എപ്പോഴും ഓതുവിൽ അവരെ ബർക്കത്തും നിഅമത്തും എത്തുമേ. നമ്മുടെ മഹാന്മാർക്ക് താജുൽ ഔലിയ റളിയല്ലാഹു അൻഹുവിനെ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഔസുൽ ആലം, നമ്മളൊക്കെ നമ്മുടെ റൂട്ട്, നമ്മുടെ ലക്ഷദ്വീപുകളിൽ, നമ്മുടെ കേരളത്തിലും ഒക്കെ ദീനിന്റെ ചൈതന്യം ഔസുൽ ആലം റളിയല്ലാഹു അൻഹു വഴി, അതുപോലെ റിഫായി ശൈഖ് വഴിയുള്ള മാർഗമാണ് താജുൽ ഔലിയ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ നമുക്ക് പഠിപ്പിച്ച ആ സരണി, അതിന്റെ ഒരു റൂട്ട് ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ആളുകളാകുന്ന മഹാന്മാർ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. അവരിലൂടെ നാം, അവർക്ക് ഫാത്തിഹകൾ ഓതി, അവരിലൂടെ നാം മഹാന്മാരുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹ് എന്നത് ഉറച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.